എറണാകുളത്തേക്കാണ്. എറണാകുളത്ത് പെറ്റി കേസ് പിഴയിൽ തട്ടിപ്പ് നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് സസ്പെൻഷൻ. 4 വർഷത്തിനിടെ വനിതാ CPO തട്ടിയെടുത്തത് 16 ലക്ഷം രൂപയാണ്. മൂവാറ്റുപുഴ ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിലെ ശാന്തികൃഷ്ണനാണ് തട്ടിപ്പ് നടത്തിയത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ ചെയ്യുന്നു. വിഷ്ണു, ഏത് കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ ഏത് കാലയളവിലാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്? ഈ ചലാനൊക്കെ വരുന്നതിന് മുമ്പാണോ? എന്തായിരുന്നു ഈ ഉദ്യോഗസ്ഥയുടെ തട്ടിപ്പ് രീതി? സുഹൈലെ, 2018 മുതൽ ഇവർ ഈ തട്ടിപ്പ് നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. 2018 ജനുവരി മുതൽ 2022 ഡിസംബർ വരെയാണ് ഈ പണം തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. ഇവരുടെ തട്ടിപ്പ് രീതി ഇങ്ങനെയാണ്. മോട്ടോർ വെഹിക്കിൾ കേസുകളിൽ സർക്കാരിന് ലഭിക്കേണ്ട തുകയേക്കാൾ കുറഞ്ഞ തുക ഈ സർക്കാർ ക്യാഷ് ബുക്കിൽ എഴുതി ചേർത്ത് അത് ബാക്കി വരുന്ന തുക സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റുന്നതായിരുന്നു രീതി. ഇതുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ പോലീസിന് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് SP ഇത് അന്വേഷിക്കാൻ മൂവാറ്റുപുഴ SHOക്ക് നിർദ്ദേശം നൽകിയത്. ആ നിർദ്ദേശം നൽകിയ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഗുരുതരമായ ക്രമക്കേടും തട്ടിപ്പും കണ്ടെത്തിയത്. ഏകദേശം 16,76,000 രൂപ കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഈ CPO ശാന്തിനി കൃഷ്ണൻ തട്ടിയെടുത്തിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിലാണ് മൂവാറ്റുപുഴ പോലീസ് അവരെ പ്രതി ചേർത്ത് കേസ് എടുത്തിരിക്കുന്നത്. പ്രാഥമിക വകുപ്പ് തല നടപടി എന്ന നിലയ്ക്ക് അവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് പോകാനുള്ള സാധ്യതയും നിലവിലുണ്ട്. പോലീസുകാർ തന്നെ ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തുന്നു എന്നുള്ളതും ദൗർഭാഗ്യകരമായ കാര്യമാണ്. ഇതിൽ തുടർ നടപടികൾ ശക്തമായി തന്നെ സ്വീകരിക്കുമെന്നാണ് റൂറൽ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. സുഹൈൽ, പാവപ്പെട്ടവന്റെ ചെറിയ പിഴവുകളിൽ പിരിക്കുന്ന പണമാണ്. ആ പണം സ്റ്റേഷനിലെത്തും. സ്റ്റേഷനിൽ നിന്ന് ട്രഷറിയിലേക്ക് എത്തുമ്പോൾ എത്തിയ പണം അത്രയും എത്തില്ല. അതിൽ പാതിയും ഉദ്യോഗസ്ഥരുടെ പോക്കറ്റിലാണ് എത്തിയത്. അതാണ് ഓഡിറ്റിംഗിൽ കണ്ടെത്തിയിരിക്കുന്നത്. 16 ലക്ഷം രൂപയാണ് ഒരു CPO തട്ടിയെടുത്തത്.